നിങ്ങൾ ചോദിച്ച അടുത്ത വണ്ടി ബലേനോ 2024 മോഡലാണ്. പമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഫുള്ളാക്കിയിട്ട് നമുക്ക് മൈലേജ് നോക്കാം. ട്രിപ്പ് 0 ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടുണ്ട്. നമുക്കൊരു 34 ലിറ്ററാണ് കേട്ടോ കയറിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം വണ്ടി ഓടിക്കാം. നമ്മളിപ്പോൾ ഫുൾ അടിച്ചപ്പോൾ ഉണ്ടോ 450 കിലോമീറ്റർ ഓടുന്ന് കാണിക്കുന്നു. അയ്യോ റോഡ് പോയി ചേർന്നല്ലോ. 450 കിലോമീറ്റർ ഓടിക്കുമെന്ന് കാണിക്കുന്നു. ഓടുമെന്ന് കാണിക്കുന്നു. 14.5 ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കിലോമീറ്റർ ആവറേജ് കാണിക്കുന്നത്. കമ്പനി പറയുന്നത് ഒരു 20 അല്ലേ, 20-22ഒക്കെയാണ് കമ്പനി പറയുന്നത്. എംസി റോഡാണ്. അപ്പം ഇങ്ങനെയൊക്കെ. പിന്നെ ബ്ലോക്ക് ഉണ്ട്, ട്രാഫിക് ഉണ്ട്. ട്രാഫിക്കിൽ എല്ലാ രീതിയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നിർത്തിയൊക്കെ ആയിരിക്കും പോകുന്നത്. മാനുവൽ വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നത് മ്യൂസിക്കിൻ്റെ മാത്രം കൺട്രോൾ വരുന്നുണ്ട്. അപ്പുറത്ത് ഇല്ല, ഒന്നുമില്ല. കോളിൻ്റെ ഒക്കെ ഉണ്ട്. ക്രൂയിസ് കൺട്രോളിൻ്റെ ആയിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ ആണോ ക്രൂയിസ് ആയിരിക്കും, എനിക്കറിയില്ല അവിടെ എന്തോ വരുന്നത്. എന്തായാലും അവിടെ ഇല്ല. ബാക്കിൽ എ സി ഇല്ല. ബൈക്കിൽ എ സി ഇല്ലാത്ത മോഡൽ. അതായത് ബേസ് അല്ല, അതിന് മുന്നത്തെ വേരിയൻറ്റ്. ഈ 14.5 ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടൈം നമുക്ക് എങ്ങനെയാണ് മൈലേജിൻ്റെ കാര്യം അറിയാൻ പറ്റും കേട്ടോ. ആവറേജ് ഇവിടെ കാണിക്കുന്നു, നമുക്കിത് അറിയാൻ പറ്റും. ഇപ്പം 449 കിലോമീറ്റർ ഓടാമെന്ന് കാണിക്കണം. അങ്ങനത്തൊക്കെ കാണിച്ചു തരും. പിന്നെന്താ ഇതിനകത്തുള്ള പിന്നൊന്നുമില്ല. ഫോർഡ് മീഡിയ കണക്റ്റ് ഉണ്ട്. കണക്റ്റിനകത്ത് എന്താ ആൻഡ്രോയിഡ് ആപ്പിളും എല്ലാം കണക്ട് ചെയ്യാം. iOS ആൻഡ്രോയിഡ് എല്ലാം കണക്ട് ചെയ്യാം. എങ്ങനെയുണ്ട് വണ്ടി ഉപയോഗിച്ചിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി 2024 ജൂലൈയിലാണ് വണ്ടി എടുത്തത്. ഏകദേശം 1 വർഷമായി വണ്ടി എടുത്തിട്ട്. ഫസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ വണ്ടിയുടെ എഞ്ചിൻ സൈലന്റ്. അതായത് ഇതിന് മുമ്പത്തെ ജനറേഷനുള്ള ബലേനോ വെച്ച് നോക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഭാഗം പക്ക സൈലന്റ് ആണ്. അതായത് വണ്ടിയിൽ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ആണെന്നോ അല്ലെങ്കിൽ ഇത് ഓഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോ ഒന്നും അറിയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ്ങിന്റെ ഓപ്ഷനൊക്കെ വണ്ടിക്കകത്തുണ്ട്. ഈ വാല്യൂ ഫോർ മണിയാണ്. ഈ ബഡ്ജറ്റിനുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എയർ ബാഗ് ഉണ്ട്, പിന്നെ ഫ്രണ്ട് AC, റിയർ AC ഇല്ല, ഫ്രണ്ട് AC, പിന്നെ റിയർ വൈപ്പർ ഇല്ല. അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ ഇല്ലാത്ത കുറച്ച് പ്രശ്നങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ട് വാല്യൂ ഫോർ മണിയാണ്. ഈ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. അല്ലാത്തപ്പോഴത്തേക്കും പറയാന്നേ ഉള്ളൂ. സംഭവം ഈ വണ്ടിയിൽ 120 സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇല്ല. 120 സ്പീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലാഞ്ചിലാണ് വണ്ടിക്ക്. ഒരു നല്ല റോഡിൽ ഞാൻ ഏകദേശം 120 പുറത്ത് വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. 120 സ്പീഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ കൺട്രോൾ ഇല്ലാതാണ് വണ്ടി. എന്ന് വെച്ചാൽ സ്റ്റിയറിംഗിന് ചെറിയൊരിതും വണ്ടി എടുത്ത സമയം തൊട്ടേ എങ്ങനെയുണ്ട്. 120 സ്പീഡ് കഴിയുമ്പോഴത്തേക്കും ഒരു കംഫർട്ട് കുറവാണ്. അത്രയേ ഉള്ളൂ. അല്ലെ വേറെ പ്രശ്നമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. വണ്ടി പപ്പടമാണ്. തൊട്ട് കഴിഞ്ഞാൽ പൊളിയും. അതായത് ജസ്റ്റ് ഒരു ബൈക്കിൽ പോയി തട്ടിയാൽ തന്നെ വണ്ടി ഫ്രണ്ട് ബമ്പർ ഫുള്ള് പോകും. ഇത് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി ഇല്ല. ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് അതാണ്. ഈ സ്കോസിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പം ഓൾമോസ്റ്റ് ഒരു 12,500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും 10 വരെ ഫ്രീ സർവീസിന് ചെയ്തിട്ടുള്ളൂ. അപ്പം സർവീസിന്റെ ലേബറോ കോസ്റ്റോ അങ്ങനെയൊന്നും ആയിട്ടില്ല. ആകെ ആയിട്ടുള്ളതിനകത്ത് ഓയിൽ ചേഞ്ചിങ്ങിന്റെ ഓയിലിന്റെ ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. ഓയിലിന്റെ ചാർജ് എനിക്ക് ഏകദേശം ഒരു 1200 അടുപ്പിച്ചോ അതിന് ഉള്ളിലുമാണ്. കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ആദ്യത്തെ 2 ഫ്രീ സർവീസ് ഉണ്ട്, ലേബർ എല്ലാം ഫ്രീ ആണ്. അതിനകത്ത് ഏകദേശം ഒരു 200 കിലോമീറ്റർ ഒക്കെ വൺ സൈഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കംഫർട്ടാണ്. പിന്നെ ഓൾ ഓവർ വണ്ടി ഓക്കെയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കമ്പനി പറയുന്ന മൈലേജ് മാത്രം പ്രതീക്ഷിക്കില്ല. എനിക്ക് നിലവിൽ ഒരു 15-16 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനകത്ത് 30 മൈലേജ് കിട്ടുന്നത്. അതൊക്കെ ഈ മീറ്ററിനകത്ത് എന്തോ ചെറിയ മാനിപ്പുലേഷൻ സംഭവിച്ചിട്ട് വരുന്നതാണ് ഈ 30 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നത്. അല്ലാതെ നോർമലി ഇതിനകത്ത് ഒരു 15-16 കിലോമീറ്റർ എനിക്ക് ഇതുവരെ കിട്ടുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ബാക്കി ചെക്ക് ചെയ്തിട്ട് അറിയാം. കിലോമീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിലെ ലെഗ് സ്പേസും ബാക്കിലെ യാത്രയുടെ കംഫർട്ട് എങ്ങനെയാണ് വയസ്സിലെ അല്ലു എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ മൈലേജ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് കമന്റിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്യുക. അവരോട് അറിയട്ടെ എങ്ങനെ ഒരുത്തം മൈലേജ് മാത്രം നോക്കി വീഡിയോ എടുത്ത് നടക്കുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ പമ്പിൽ വന്നിട്ട് പിന്നെ ഫുൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി. അപ്പോൾ അതാ പിന്നെ ഫുള്ളായിട്ടുണ്ട്. നമുക്ക് കയറി വയ്ക്കുന്നത് 2.30 ആണ് കേട്ടോ കയറി വയ്ക്കുന്നത്. കിലോമീറ്റർ ഉണ്ടോ ഇപ്പം 24.4 ആണേ. അപ്പോൾ നമുക്ക് മൈലേജ് വെക്കാം 24.4 / 2.30 10.6 ആണ് കേട്ടോ നമുക്ക് മൈലേജ് കിട്ടിയേക്കുന്നത്. 10.6 ആണ് നമുക്ക് മൈലേജ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടിയാണ്. സർവീസ് മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല നമ്മൾ ഇത്തിരി നല്ല സ്പീഡിലാണ് കേട്ടോ പോയിരുന്നത്. വീഡിയോ കാണിച്ചായിരുന്നില്ല, സ്പീഡിലാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് മൈലേജ്. അപ്പോൾ ഇനി ഏത് വണ്ടിയുടെ മൈലേജ് ആണെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ആരുടെ വണ്ടിയുടെ മൈലേജ് ആണോ ഇനി കാണാൻ താല്പര്യമുള്ളത് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ ഒന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യുക.